ഇന്ന് അടിപൊളിയായിട്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ് പറയുന്നുണ്ട്. ഫിസിക്സിന് നല്ല സൂപ്പർ ക്ലാസ് കെമിസ്ട്രി വന്നു കഴിഞ്ഞു. നിങ്ങളുടെ കമന്റ്സുകളെല്ലാം രേഖപ്പെടുത്തുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും. ഫോക്കസ് ഏരിയ ഉണ്ടോ, ഞങ്ങൾക്ക് പരീക്ഷ ഉണ്ടോ. പെട്ടെന്ന് ഒരു പരീക്ഷ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ടെൻഷൻ ആവും. അത് അറിയാവുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു ഇതാകുക, മുന്നോട്ട് തന്നെ പോവുക. അതിൽ എന്തെങ്കിലും വേറൊരു ഭാഗം ഉണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്ക് കാണാം, അവിടെ വെച്ച് കാണാം എന്ന് മാത്രം വിചാരിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്, ഞാൻ ക്ലാസ് റൂമിൽ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം ഫിസിക്സ് എടുക്കുന്ന അധ്യാപകനാണ് ഞാൻ കെമിസ്ട്രി എടുക്കാൻ മുരളീകൃഷ്ണൻ സാറ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കാൻ വേറെ അനീഷ് സാറെന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വളരെ പ്രാവീണ്യം നേടിയ അധ്യാപകർ എന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ അവരുടെ ക്ലാസ്സിൽ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരാം എന്ന് ഉറപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ ഞാൻ തന്നെയാണ് എടുത്തതെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എനിക്ക് ഫിസിക്സ് എത്രമാത്രം നിയന്ത്രിച്ചെടുക്കാം അറിയാം, അതിന് എന്റെ മാത്സും എടുക്കാൻ എനിക്ക് പറ്റും. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സും എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അവസാനം കുളമായി പോകത്തേ ഉള്ളൂ എന്ന് എനിക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു അധ്യാപകനാണ്. നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കുട്ടികൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹയർ സെക്കൻഡറി നിങ്ങൾ പ്ലസ് 2 പോയില്ലെങ്കിൽ ഫിസിക്സ് അധ്യാപകർ കാണും, കെമിസ്ട്രിക്ക് അധ്യാപകർ കാണും, മാത്സിന് അധ്യാപകർ കാണും, ബോട്ടണിക്ക് അധ്യാപകർ കാണും, സുവോളജിക്ക് അധ്യാപകർ കാണും, കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകർ കാണും. എന്തിനാ അങ്ങനെ അധ്യാപകർ ഓരോ വിഷയത്തിനും? കാരണം ഓരോ വിഷയത്തിനും അതിന്റെ ടോപ്പായിട്ട് വന്ന അവർക്ക്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിന്റെ M.Ed കഴിഞ്ഞിട്ടുള്ള അധ്യാപകരെയാണ് ഓരോ വിഷയത്തിനും പ്രാവീണ്യം. അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും ബയോളജി എല്ലാം പഠിക്കാൻ ഒരധ്യാപകമാണെങ്കിൽ ഗവൺമെന്റിന് ലാഭം, സ്കൂളുകൾക്കും അതിലില്ല, ഒറ്റ അധ്യാപകം മതിയല്ലോ. അന്നേരം അവർ ബാക്കിയുള്ള വിഷയങ്ങൾ പഠിച്ചാൽ അത് പാളിപ്പോകും. അത് നിങ്ങൾ വളരെയധികം ചാനലുകൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരധ്യാപകൻ തന്നെ 4 വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനത് വളരെ പബ്ലിക്കായിട്ട് പറയാണ്, വളരെ ശ്രദ്ധിക്കുക. അവരൊരുപാട് പോർഷൻ സ്കിപ്പ് ചെയ്തായിരിക്കും പഠിപ്പിക്കുന്നത്. ആ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷകളിൽ വിജയിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഒരുപക്ഷെ ചുമ്മാ നമ്പർ ഇറക്കി ഇങ്ങനെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ, അത് ഉറപ്പാണ്. ഇപ്പം ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇപ്പം ന്യൂറോളജിസ്റ്റ് വേറെ, ഓർത്തോ വേറെ. എന്താണ് ഒരു ഡോക്ടർ തന്നെ എല്ലാം അങ്ങ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാത്തിനും സ്പെഷ്യലൈസേഷന്റെ ഭാഗമുണ്ട് എന്ന് എന്നെക്കാട്ടി അറിയാവുന്ന കുട്ടികളാണ് നിങ്ങൾ എന്നുള്ളത് ഇതാക്കുക. അതുകൊണ്ട് ചാനലുകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം. ഗിരീഷ് സാറിന് എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നും പറയുന്നില്ല. ഞാൻ ഫിസിക്സ് എന്റെ അറിയാം, ഞാൻ എന്റെ എബൌട്ട് എന്ന് പറഞ്ഞ യൂട്യൂബിനകത്ത് എന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ കിടപ്പുണ്ട്. ഞാൻ MSc ഫിസിക്സ് ചെയ്തതും അതിനെ കുറിച്ച് ചെയ്തിരിക്കുന്നതും, ഞാൻ കോളേജിൽ പഠിപ്പിച്ചതും സ്കൂളിൽ പഠിപ്പിച്ചതും, ഞാൻ B.Ed എടുത്തു, M.Ed എടുത്തു, അതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കിടപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാം അവിടെ പബ്ലിക്കാണ്. വളരെ ശ്രദ്ധിക്കുക. അത് വളരെ ഏറ്റവും പ്രാവീണ്യമുള്ള അധ്യാപകർ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരായാലും, ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാനും അങ്ങനെ ആയിരിക്കാം എപ്പോഴും നമ്മൾ നിൽക്കുന്നത്. കാരണം അതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ എടുത്തിരുന്നു കഴിഞ്ഞാൽ ആ വിഷയം ഓക്കെ, അത് അടുത്തതുപോലൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. എല്ലാം ഒരാളാണെങ്കിൽ ഓൾറൗണ്ടർ നല്ല പേര്, അയാൾ നമ്മളെ പറ്റിക്കുകയാണ്, A or B ആരും ആയിക്കോട്ടെ, അത് നമുക്ക് പണി കിട്ടും. അത് 8ന്റെ പണി കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എടുത്തൊന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യത്തിലേക്ക് പറയാം. ഇനി നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആണ്. പക്ഷേ ഇന്നലെ കുറച്ച് പിള്ളേർ ചോദിച്ചു ഡയമെൻഷൻസിന്റെ, സാറേ എനിക്ക് വാട്സാപ്പിനകത്ത് കുറെ മെസ്സേജ് കിട്ടും, സാറേ V = U+80 എന്നിട്ട് സാർ 2 ഹോംവർക്ക് തന്നില്ല, S = UT + ½ AT², V² = U² + 2S. ഞങ്ങൾക്കത് കിട്ടുന്നില്ല, കിട്ടിയിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ ചെയ്ത് കാണിക്കാം. ചില കുട്ടികൾ വേറെ ഒന്നും ചോദിച്ചു, ഇതൊക്കെ സിമ്പിൾ അല്ലേ സാർ, ടഫായിട്ടുള്ളത് തന്നൂടെ? യഥാർത്ഥത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഡയമെൻഷൻസ് ഞാൻ ഫോക്കസ് ഏരിയയുടെ കൂട്ടത്തിൽ ചേർത്താണ്. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ഒരു രാജാവ്, ഒരേ ഒരു ലോയേ ഉള്ളൂ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഡയമെൻഷൻസ്. അങ്ങനെ ഞാൻ ഇന്ന് ടഫായിട്ടുള്ളത് ചെയ്യിപ്പിക്കത്തില്ല. അതിനുവേണ്ടി ഒരു 2-3 പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തീർത്ത് നമുക്ക് ഈ ചാപ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ടൈം ടേബിൾ പ്രകാരം പടക്കൻ ആയിട്ട് നമുക്ക് തീർക്കാം. എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഒന്ന് പറഞ്ഞു ഞാൻ, S = UT + ½ AT². S = UT + ½ AT². കാരണം S എന്ന് പറയുന്ന ടൈമാണ്, UT എന്ന് പറയുന്ന ടൈമാണ്, ½ AT² എന്ന് പറയുന്ന ടൈമാണ്.
എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ L ആണ്. ക്ലിയർ ആയോന്ന് നോക്കണം, നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് നോക്കി. ഒരു ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എസിന്റെ ഡയമെൻഷൻ L ആണ്. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ലെങ്ത് ആയതുകൊണ്ട് L ആണ്. അടുത്ത ടേം ഞാൻ എടുക്കുന്നത് UT എന്ന് പറയുന്ന ഒരു ടേം ആണ്. U എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ L(t⁻⁻1). ഡയമെൻഷൻ ആവുന്നില്ലെങ്കിൽ പണി കിട്ടും. ഇൻറ്റു സ്മോൾ ടിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആണ്. അതായത് ക്യാപിറ്റൽ ടി T⁻1. T⁻⁻1 T⁻1 പോയി കഴിഞ്ഞാൽ ഇവിടെ L എന്ന് എഴുതി. അടിപൊളി. അടുത്ത ടേം ആണ് ½t². അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, നമ്പേഴ്സിന് ട്രിഗണോമെട്രിക് റേഷ്യോസിന് ഒന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അന്നേരം നമുക്ക് ഹാഫിന് ഡയമെൻഷൻ ഇല്ല, ബാക്കി AT² മാത്രം നോക്കിയാൽ മതി. എടുത്തുകൊണ്ട് ശ്രദ്ധിക്കണം, AT² ആണ്. A എന്ന് പറയുന്ന ആക്സലറേഷൻ, ആക്സലറേഷന്റെ L(t⁻²). T²ന്റെ ക്യാപിറ്റൽ T². T² T⁻² വെട്ടിപ്പോയി L. അടിപൊളി. L. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഡയമെൻഷൻ അനുസരിച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും L തന്നെയാണ്. ഇത്രയും സിമ്പിളാണ്. നമ്മൾ ഈ ചില സർജറിയൊക്കെ ചെയ്യുന്ന പോലെ ചെറുതായിട്ടൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൂ. ഇനി അടുത്ത എടുക്കാം. ഫർദർ കൺഫ്യൂഷൻ വന്ന മറ്റൊന്നാണ് V² = U² + 2as. സാറേ സ്ക്വയർ ഒക്കെ വരുന്നത് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിക്കോ, V². V² ടേമാണ്, U² ടേമാണ്, 2as ടേമാണ്. V² എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഫൈനൽ വെലോസിറ്റി. V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. രണ്ടും വെലോസിറ്റി തന്നെയാണ്. വെലോസിറ്റി ഡയമെൻഷൻ മതി. L(t⁻⁻1) എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന അറിയോ? L-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L². T⁻⁻1 T⁻⁻2 ഇതാണ് V². കഴിഞ്ഞു. അടുത്ത U². U² ആകുമ്പോഴും L(t⁻⁻1) കാരണം അത് വെലോസിറ്റി തന്നെ. അന്നേരം ഇത് തന്നെ കിട്ടി, L²T⁻². രണ്ടെണ്ണം കിട്ടി. ഓക്കെ. അടുത്ത 2as. 2 എന്ന് പറയുന്ന നമ്പർ ആണ്. നിങ്ങൾ എന്താ പറയണം? പറഞ്ഞു കഴിഞ്ഞു. 2 എന്ന് പറയുന്ന നമ്പർ ആണ്, അതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ബാക്കി A എന്ന് പറയുന്ന ആക്സലറേഷൻ L(t⁻²). S എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് L. L(L²T⁻²). എല്ലാ ഡയമെൻഷൻ സെയിം. അന്നേരം സെയിം ബീച്ചായില്ല. സന്തോഷമായേ? ഇതാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ സിമ്പിൾ ആയി പോയി സാർ. ഞാൻ ടഫായിട്ട് രണ്ടെണ്ണം ചെയ്ത് കാണിക്കട്ടെ. എന്നിട്ട് ഞാൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചേരട്ടെ. പവറായിട്ടിരിക്കണം കേട്ടോ. ഉറങ്ങാൻ നല്ല അടിപൊളിയായിട്ട് കമന്റ്സ് ഇടണം. നിങ്ങൾ ഏത് കമന്റ് ഇട്ടാലും കമന്റ്സ് ഇട്ടായിരുന്നു. കാരണം നമുക്ക് പാടായിട്ടുള്ള രണ്ടെണ്ണം ഇവിടെ പെട്ടെന്നായിട്ട് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇട്ടോ. ഓക്കെ വാ. അടുത്ത നിങ്ങൾക്ക് എൻട്രൻസിനാണെങ്കിലും ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യും സാ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. T = 2π √L/g. ഉണ്ട്. കിടിലാച്ചി ക്വസ്റ്റ്യൻ. കിടില ക്വസ്റ്റ്യൻ. T = 2π √L/g. ഇതെങ്ങനെ വന്നാൽ ചെയ്യും? ഇതെങ്ങനെ നമ്മൾ സെയിം ഡയമെൻഷൻ ആണ് നമുക്ക് അറിയുന്നത്? നമുക്ക് നോക്കാം. ഇത് ഒരു പോർഷൻ, ഇത് LHS-ഉം ഇത് RHS-ഉം അല്ലേ? സ്മോൾ ടിയുടെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ T ആണ്. കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഓപ്പറേഷൻ വിധേയമാക്കാം. 2π √L/g. അവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 2 എന്തില്ല? നമ്പറിന്റെ ഡയമെൻഷൻ ഇല്ല. കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഇല്ല. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് പോലുള്ള കോൺസ്റ്റന്റുകളുണ്ട്. അല്ലാതുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അങ്ങനെയുള്ള പൈ പോലുള്ള കോൺസ്റ്റന്റുകൾക്കൊന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ട്രിഗണോമെട്രിക് റേഷ്യോസിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷന്റെ ലിമിറ്റേഷൻ ആണ്. പൈക്ക് ഡയമെൻഷൻ, അതായത് 2π എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം. ബാക്കി എന്ത് വരും നിങ്ങൾ പറഞ്ഞേ? √L/g ഈക്വൽ പുറത്തോട്ടെങ്കിൽ ഈക്വൽ സ്മോൾ എല്ലിന്റെ ഡയമെൻഷൻ എന്തുവാ? ക്യാപിറ്റൽ. ഇതൊന്നും കണ്ടോണ്ട് റൂട്ട് ഒന്നും വേണ്ട, നിങ്ങൾ പേടിക്കണ്ട. ബൈ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സലറേഷൻ തുല്യമാണ്. അതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L(t⁻²). ഇത് വെട്ടിക്കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരു എല്ലും അങ്ങ് വെട്ടിപ്പോയി. വെട്ടിപ്പോയി. T⁻². ഇങ്ങനെ മുകളിലോട്ട് അടിയോട്ട് ഞാൻ കൊണ്ടുവരിക. T⁻² മുകളിൽ പോകുമ്പോൾ T² ആവും.
റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ആണ്. റൂട്ട് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ആണ്. നിങ്ങൾ നോക്കി രണ്ട് സൈഡും സെയിം ആയിരിക്കും. ഇതും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഡയമെൻഷൻ അല്ലെങ്കിൽ LHS = RHS അല്ലേ. ഇത് ഇച്ചിരി പാടാന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എളുപ്പം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അരെ വാ. അടുത്ത ഒരെണ്ണോടെ കാണിച്ചു തരാം. പൊട്ടൻഷ്യൽ എന്നത് =mgh. പൊട്ടൻഷ്യൽ =mgh. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എനർജിക്ക് തുല്യോ. എനർജിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അല്ല. ഒരു എനർജി ഡയമെൻഷൻ മതി. പൊട്ടൻഷ്യൽ എനർജിയുടെ എന്താണ് എനർജി ഡയമെൻഷൻ? mL²T⁻². അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ. അടുത്ത ഇതൊരു ടേമാ ഫുള്ള് mgh. നിങ്ങൾ അറിഞ്ഞിരിക്കണം, m മാസാണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, h ഹൈറ്റ് ആണ്. ഇതിനൊന്നും നിങ്ങൾക്ക് തരത്തില്ല. ഉത്തരമായിട്ട് എന്തെങ്കിലും ഇക്വേഷൻ അങ്ങനെ തരുവാണെങ്കിൽ അവര് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിരിക്കും. gc ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, hc ഹൈറ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഇതിനൊന്നും തരത്തില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു L⁻² ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്തിന് തുല്യം L. നിങ്ങൾ നോക്കി എം ആദ്യം എഴുതി L × L²T⁻². സംഭവം കഴിഞ്ഞു. നോക്കി mL²T⁻². പൊട്ടൻഷ്യൽ എനർജിയുടെ mL²T⁻². ഇത് mL²T⁻². സെയിം പിച്ച്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ പിടിച്ചുകൊണ്ട് വരാം. ഇതൊരു അല്ലെങ്കിൽ നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യിപ്പിക്കാം. നിങ്ങൾ സർ മതി എന്ന് പറയുന്ന നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് ഇത്രയും പഠിക്കാം. അടുത്ത നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ച് ആകെ പോകാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നല്ല മണി പോലെ എപ്പടി ഇരിക്കേ മാസായിരിക്കും. അടുത്ത നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ലാസ്റ്റ് ഫോക്കസ് ഏരിയയിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് അറിഞ്ഞിരുന്നിട്ട് വേണ്ട നമുക്ക് അടുത്ത് പഠിക്കാൻ. എന്താണെന്ന് പറയാം. ഇപ്പം എന്റെ വെയിറ്റ് ഒരു എക്സാമ്പിൾ 80 കിലോ. ഞാനൊരു വെയിങ് മെഷീൻ, സാധാരണ വെയിങ് മെഷീൻ, ഞാൻ എൻ്റെ വെയിങ് മെഷീനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 80 കിലോ ആണ് വിചാരിക്കുക. അന്നേരം ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ വെയിങ് മെഷീനാണ്. നിങ്ങൾക്കറിയാം ഡിജിറ്റൽ വെയിങ് മെഷീൻ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് കാണുന്നത് ഇങ്ങനെയാണ് 80.101 ഇങ്ങനെയാണ്. അത്രയും അതിനകത്ത് ഏതായിരിക്കും മോസ്റ്റ് ആക്യുറേറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏത് വെയിറ്റ് ആയിരിക്കും? 80 ആണോ 80.101 ആണോ? 100% ഇതായിരിക്കത്തില്ല, ഇതാണ് കറക്റ്റ്. കാരണം അത്ര ആക്യുറേറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. 80.101. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി നിശ്ചയിക്കുന്നതിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി, കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെയോട് അറിഞ്ഞിരിക്കുക, ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൂടിയാൽ ദി മോർ ആക്യുറേറ്റ് ഈസ് ദി മെഷർമെന്റ്. ദി മോർ ആക്യുറേറ്റ് ഈസ് ദി മെഷർമെന്റ്. ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൂടുന്നോ ഏറ്റവും ആക്യുറേറ്റ് ആയിരിക്കും. ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പം 1, 2, ഇവിടെ 80 യൂണിറ്റ്സ് മെഷർമെന്റോട് തന്നിരിക്കുന്നത് 2 ആണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5. ഇവിടെ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഇവിടെ 2, ഇവിടെ 5. ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്താണ്. എന്തുകൊണ്ടാ? നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൂടുമ്പോൾ അതിന്റെ ആക്യുറസി കൂടുന്നു. ഇപ്പം 80.1012 ആണെങ്കിൽ ഇതാണ് കൂടുതൽ. 1, 2, 3, 4, 5, 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. പോട്ടെ, നമ്മൾ ഏകദേശം ഒരു ഐഡിയ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ച് കിട്ടി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി നിശ്ചയിക്കപ്പെടുന്നതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ആക്യുറസി കൂടിക്കൊണ്ടേയിരിക്കും. ഇനി റൂൾസ് ഫോർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നിങ്ങൾ ഞെട്ടണ്ട, റൂൾസ് ഒന്നും ഇന്നേ വരെ പബ്ലിക് എക്സാം ചോദിച്ചിട്ടില്ല. പക്ഷെ റൂൾസ് വെച്ച് പറയാൻ 2-3 ഞാൻ പറഞ്ഞുതരാം. 1, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും, നോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്തുവാ? സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. ഉദാഹരണം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് 2. എത്ര ഡിജിറ്റ്? ഒരു ഡിജിറ്റേ ഉള്ളൂ. നോൺ സീറോ, സീറോയോ അല്ല. അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 1 ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ 123, 1, 2, 3 എളുപ്പം 3. വേറെ എക്സാമ്പിൾ 5928, ഒന്നും സീറോ ഇല്ല. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 4.
നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം എന്താണ് സിഗ്നിഫിക്കന്റ് ആണ്. അവിടെ നിങ്ങൾ റൂള് പഠിക്കണ്ട, ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ ഓർത്തിരിക്കും. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം ചെയ്താൽ മതി. ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് മാക്സിമം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത all zeros occurring between two non-zeros are digits are significant. എന്ന് പറഞ്ഞാൽ ആദ്യത്തതും അവസാനത്തതും നോൺ സീറോ ആണെങ്കിൽ, ഇതാദ്യത്തത് 5.0003, ആദ്യത്തത് നോൺ സീറോ, ലാസ്റ്റത്തത് നോൺ സീറോ. അതിനകത്ത് ഇടയ്ക്ക് വരുന്ന എല്ലാം സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടും. നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യത്തത് നോൺ സീറോ, ലാസ്റ്റ് തന്നെ പെട്ടെന്ന് നോക്കിയാൽ ആദ്യത്തെ നോൺ സീറോ, ലാസ്റ്റ് നോൺ സീറോ, അതിനിടെ വരുന്ന സീറോ എല്ലാം സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടുമ്പോൾ ഇതൊക്കെ 1 2 3 4 5 5. വേറെ എക്സാമ്പിൾ പറയാം, 1.01, ആദ്യത്തത് നോൺ സീറോ, ലാസ്റ്റ് നോൺ സീറോ, മൊത്തത്തിൽ 1 2 3, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 3. വേറെ എക്സാമ്പിൾ പറയാം, 2.000005. അടിപൊളി, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ആദ്യത്തെ അവസാനത്തെ നോക്കിയാൽ നോൺ സീറോ ആണോ, അതിനിടയിലുള്ള സീറോ എല്ലാം കൂട്ടാം. 1 2 3 4 5 6 7, കറക്റ്റ് ആയിട്ട് എണ്ണിക്കണം. 7 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അങ്ങനെ അതൊരു റൂളാണ്. അടുത്തത് all zeros to the right of a decimal point and to the left of a non-zero digits are never significant. റൂളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി വരും. ശരിയാ, റൂള് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് എക്സാമ്പിൾ ആണ് 0.00015. നിങ്ങൾ ആലോചിക്ക്, ആദ്യം ഇവിടെ നോൺ സീറോ ആയിരുന്നെങ്കിൽ എല്ലാം സിഗ്നിഫിക്കന്റ് ആയിരുന്നു. പക്ഷെ എന്റെ അർത്ഥം എന്തുവാ, ആദ്യം ഇതിന്റെ ഈ സീറോയുടെ ഈ സൈഡിൽ എന്തില്ല, നോൺ സീറോ ഇല്ലെങ്കിൽ ഈ സീറോസ് ഒന്നും കൂട്ടത്തില്ല, എത്ര സീറോ ഇട്ടാലും കൂട്ടത്തില്ല, ബാക്കിയുള്ള 2 എണ്ണം മാത്രമേ കൂട്ടത്തുള്ളൂ. 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. വേറെ എക്സാമ്പിൾ 0.000000001. ഇവിടെ ആദ്യത്തത് നോൺ സീറോ ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാം കൂട്ടാമായിരുന്നു. പക്ഷെ ഇത് നോൺ സീറോ ആയതുകൊണ്ട് ഈ സീറോസ് ഒന്നും കൂട്ടത്തില്ല, ലാസ്റ്റ് ഈ 1 മാത്രമേ കൂട്ടത്തുള്ളൂ. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 1. ഇവിടെ ഇതിന് പകരം ഇങ്ങനെ 0.023 എന്നായിരുന്നെങ്കിൽ 0 ഒന്നും കൂട്ടത്തില്ല, ബാക്കി 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഏകദേശം ഒരു ഐഡിയ നല്ല കിട്ടി. ഇതെങ്ങനെയാണ് ഓൺലി നോൺ സീറോ ഡിജിറ്റ്സ് സിഗ്നിഫിക്കന്റ് ആണ്. റൂൾസ് ഒന്നും പഠിക്കണ്ട, അത് എടുത്ത് ഞാൻ പറയാണ്. റൂൾസ് ഒന്നും പഠിക്കേണ്ട, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം, അറിഞ്ഞിരുന്നാൽ മതി. എന്നിട്ട് ഞാൻ 2 3 4 5 എക്സാമ്പിളൂടെ നമുക്ക് തരാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പക്ക മാസായി പഠിച്ചു. ഓക്കെയോ? സംശയമുണ്ടെങ്കിൽ ചോദിക്കും. അടുത്ത സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് അന്ത്യം കുറിക്കുകയാണ് ഈ ചാപ്റ്ററിന്. പടാം 30.10 10.50. ഞാൻ റൂൾസ് ഒന്നും എഴുതിയിട്ടില്ല. 30.10 10.50 ഇതെല്ലാം സിഗ്നിഫിക്കന്റ്. 4 ഇങ്ങനെയുള്ള എക്സാമ്പിൾ ഓർത്തിരുന്നിട്ട് അങ്ങനെ എഴുതിയാൽ മതി. 2 3 എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കും. 30.10 10.50 ഡെസിമലൊക്കെ വന്നിട്ട് മൊത്തം എന്താണ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. റൂൾസ് പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ റൂൾസ് പഠിക്കാം. റൂൾസ് ഒന്നും നിങ്ങൾ പഠിക്കാം. വെറും 120 തന്നിട്ട് വെറും 120 മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ സീറോയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഈ 2 എണ്ണം മാത്രം 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. പക്ഷെ ഇങ്ങനെ എന്താണ് 120 കിലോമീറ്റർ. നിങ്ങളല്ലേ 12 കിലോമീറ്റർ 120 കിലോമീറ്റർ തമ്മിൽ വ്യത്യാസമില്ലേ? ഇപ്പം എൻ്റെ ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെ പോകുന്നതും ഞാനിപ്പോൾ തിരുവനന്തപുരം പോകുന്നത് 120 കിലോമീറ്റർ വ്യത്യാസം. പിന്നെ കിലോമീറ്റർ ഒരു യൂണിറ്റ് പ്രത്യേകം എടുത്തു തരുവാണെങ്കിൽ, അത് സെന്റിമീറ്റർ ആയിക്കോട്ടെ, കിലോമീറ്റർ ആയിക്കോട്ടെ, ഗ്രാം ആയിക്കോട്ടെ, കിലോഗ്രാം ആയിക്കോട്ടെ, എന്ത് യൂണിറ്റും അതിന്റെ കൂട്ടത്തിൽ എടുത്തു തരുവാണെങ്കിൽ അത് മൊത്തവും സിഗ്നിഫിക്കന്റ്. അതിനാ സീറോയും കൂട്ടും. 1 2 3. അന്നേരം ഇതിന്റെ കൂട്ടത്തിൽ ഒരു യൂണിറ്റോ ഒരു മെഷർമെന്റോ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഇനി പലപ്പോഴും പരീക്ഷയ്ക്ക് വെച്ചാണ് 15 × 10⁻². ഞെട്ടി. ഈ 10⁻² നമ്മൾ നോക്കണ്ട, ബാക്കി 15 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 1 × 2 ഇത്രയും മതി. 9 × 10⁻³ 10⁻³ വേണ്ട. 9 എത്ര എണ്ണം ഉണ്ട്? 1 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അവിടെ നമ്മൾ 10ന്റെ പവർ ഒന്നും അവിടെ നോക്കണ്ട. 10ന്റെ പവർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ അപൂർവമായിട്ടായിരിക്കും ചോദിക്കുന്നത്. 1003 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടേക്കുന്നത്. അന്നേരം ഇതൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കാര്യം. അങ്ങനെ നമ്മൾ കിട്ടുകാഴ്ചയായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഞാൻ ലുക്ക് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാം. എന്താണ്, എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഡയമെൻഷൻസ് പഠിച്ചു. അടിപൊളിയായിട്ട് 10 20 ഡയമെൻഷനോളം ഞാൻ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ കമന്റ് ഇട്ടേക്കുക. അതിനുശേഷം നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് പക്ക പഠിച്ചു. CJ സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം, SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് വീണ്ടും 7 എണ്ണം നമ്മൾ പഠിച്ചു.
ടാബ്ലറ്റ് കൊളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ച് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റും അതിന്റെ സിമ്പിളും എല്ലാം വെച്ച് പഠിച്ചു. അതിന്റെ അഡ്വാൻറ്റേജും പഠിച്ചു അല്ലേ? എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത പോയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഡയമെൻഷൻസ് ഇച്ചിരി പ്രയാസമുള്ള ഡയമെൻഷൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അതും നമ്മൾ ചെയ്യിപ്പിച്ചു തന്നു. പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താണെന്ന് പറഞ്ഞു തന്നു. വളരെ സിമ്പിളായി പറഞ്ഞു തന്നു. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൂടുന്തോറും ആക്യുറസി കൂടിക്കൊണ്ടിരിക്കുന്നു. നല്ലല്ലേ? അന്നേരം അതിന്റെ റൂൾസ് പഠിക്കണ്ട എന്നുള്ളത് ഓർക്കുക. കുറച്ച് എക്സാം പഠിച്ചു നോക്കുക. 1 മാർക്കായിരിക്കും മാക്സിമം. 1 മാർക്കിനും വാല്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം. അന്നേരം ഇങ്ങനെ ഫിസിക്സ് പവറായി പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് എക്സാം കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഫോക്കസ് ഏരിയ എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അറിയുന്നതാണ്. ഡബിൾ മാർക്കാണ്, ഡബിൾ ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യന് 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോയ്സ് വരും. മനസ്സിലായോ? 20 മാർക്കിന് 40 മാർക്കിന് 20 മാർക്ക് എഴുതിയാൽ നിങ്ങൾക്കുള്ള ഒരുപാട് പ്രത്യേകത. 60 മാർക്ക് ഫിസിക്സ് എങ്കിൽ 120 മാർക്കില്ല ക്വസ്റ്റ്യൻ. എന്തും വേണ്ടി ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ടെന്ന് അറിയോ? ഈ ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരുപാട് കുറഞ്ഞു. പിന്നെ ഡബിൾ മാർക്ക്, ഡബിൾ ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ വേറെ ആരോടും പറയണ്ട, ഫോക്കസ് ഏരിയ കിട്ടില്ലെന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാർക്ക് കിട്ടാൻ പറ്റുമോ അതുപോലൊക്കെ പഠിച്ചാൽ മതി. മാക്സിമം മാർക്കും കിട്ടും. അന്നേരം നാളെ അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ കാണും. അതുവരെ ബൈ ബൈ, സീ യു. ഓക്കെ. ഒരു കാര്യം ഇവിടെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലായി തന്നെ പറയുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ ബൈ, സീ യു. ഒരിക്കൽ കൂടി ഓക്കെ വാ.